അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ കുക്കിംഗ് ആയിട്ടൊന്നല്ല കേട്ടോ. എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞു തരാനാണ് കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു വിളക്ക് കാര്യങ്ങളൊക്കെ തേച്ച് കഴുകുക, അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങളിലോട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ തേച്ച് കഴുകുക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ചില ആർക്കെങ്കിലും വല്ലാത്തൊരു മടി ഉണ്ടാവും അല്ലേ. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന 2 മെത്തേഡാണ് കേട്ടോ. അതിൽ ഈ കാണുന്ന ഈ 2 ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടും ബാക്കിയുള്ളതൊക്കെ ഒരു മെത്തേഡ്. അത് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടാവും. ഈ 2 നല്ല തിളക്കാണ്. അത് സിമ്പിളായിട്ട് ചെയ്തതാണ് കേട്ടോ. ഈ വകയിരിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ അങ്ങനെ തേച്ച് വൃത്തിയാക്കി എടുത്തത്. അതും തേച്ച് വൃത്തിയാക്കി എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ തേച്ചരച്ച് അങ്ങ് കൂടുതലങ്ങ് നമ്മൾ ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുന്ന പോലെ പെട്ടെന്ന് തേച്ച് കഴുകാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ചെയ്ത് നോക്കിയതാണ്. അത് ഞാൻ ആദ്യമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അടുത്ത മെത്തേഡാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് കണ്ട് നോക്കാം. കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ആദ്യം എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ, അതായത് ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് മുഴുവൻ നാരങ്ങ നീരെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരെടുത്തിട്ട് ബാക്കി വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് മുക്കി തേക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ബാക്കി ഞാൻ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊരു നല്ലൊരു മാവ് പോലെ അല്ലെങ്കിൽ ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ട് നമുക്കിത് സാധാരണ ഇത് തേച്ച് കഴുകുന്ന പോലെ തേച്ച് കഴുകാം കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ കിണ്ടിയൊക്കെ നാട്ടിൽ പോയി വന്നിട്ടും എനിക്ക് കുറേ ദിവസം ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് കറുത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇത് കിണ്ടി വിളക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേ പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ കണ്ട നന്നായിട്ട് വൃത്തിയാവുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇത് പക്ഷേ ഞാൻ അത്യാവശ്യം നമ്മൾ കുറച്ചൊന്ന് ബലം കൊടുത്തിട്ട് തന്നെ ഉരച്ചെടുക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നന്നായിട്ട് തന്നെ വെളുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഈ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു ഐറ്റം അല്ലേ. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കറ പിടിച്ച് കിടക്കുന്ന കിണ്ടിയൊക്കെ ഇത് പെട്ടെന്ന് തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോ, കാരണം നമുക്ക് രണ്ടാമത്തെ മെത്തേഡും കൂടെ കാണിക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് തന്നെ വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഉണ്ടോ അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ മുരുട എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയൽ, നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല ഈ ഒരു സംഭവം. പക്ഷേ ഇത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ നിറയെ മഞ്ഞ കളറാകുന്നുണ്ട് കേട്ടോ. അത് പോകാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ ഇത് ഈ 2-3 സംഭവം ഞാൻ ഇത് വെച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പ് തന്നെയാണ്. പക്ഷേ ഇതിലും എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അധികം സ്ട്രെയിനൊന്നും ഇല്ലാതെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയത് ഞാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഈ പുതിയ മെത്തേഡ് ഇപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് സെബീന. ഞാൻ നാട്ടിൽ നിന്ന് എല്ലാ വർഷവും മുടങ്ങാതെ കൊണ്ടുവരുന്ന ഐറ്റമാണ് കേട്ടോ ഈ സെബീന എന്ന് പറഞ്ഞാൽ. നമ്മുടെ പാത്രം കഴുകുന്ന സംഭവം ഇതന്നെയാണ് കേട്ടോ. ഞാൻ ടോയ്ലറ്റും ബാത്റൂമും എല്ലാം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ ഇതുപോലെ വിളക്കിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ ആ സെബീന എന്ന് കുറച്ചെടുത്തു ഞാൻ. എന്നിട്ട് നമ്മുടെ നേരത്തെ പിഴിഞ്ഞ് വെച്ച നാരങ്ങത്തൊണ്ടില്ലേ, ആ നാരങ്ങത്തൊണ്ട് കൊണ്ട് വെറുതെ മുക്കി അങ്ങ് തേച്ചാൽ മതി കേട്ടോ. ഒന്നും നമ്മൾ അതിനൊരു ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ പാത്രമൊക്കെ തേച്ച് കഴുകുന്ന പോലെ തന്നെ മതി കേട്ടോ. കണ്ട എത്ര ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് വെളുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അതും കുഴപ്പമില്ലാത്തൊരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളത് എൻ്റെത് ഞാൻ സ്ഥിരം ചെയ്യുന്ന നമ്മുടെ സെബീന കൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ 2 സംഭവം ഞാൻ സെബീന വെച്ചിട്ടാണ് ചെയ്തത്. സെബീനതിനകത്തോട്ട് നമ്മുടെ നാരങ്ങത്തോട് മുക്കിയിട്ട് അങ്ങനെ തേച്ച് കൊടുത്തു കേട്ടോ. ഇതൊട്ടും ബലം പ്രയോഗിക്കാണ്ട് തന്നെ നമുക്കിതേ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ലല്ലോ അല്ലേ. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ വെള്ളം ഒഴിച്ച് വെക്കുന്ന കൂജയും ഇതേപോലെ തന്നെ തേച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അത് വൃത്തിയാക്കിയാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതും ഞാൻ നമ്മുടെ സെബീന വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പം അടിപൊളി ടിപ്പാണ് എനിക്ക്. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സംഭവം അടിപൊളിയാണേ.